നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ്-19 പടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ സൗദിയിൽ കൂടുതൽ കടുത്ത ജാഗ്രതാ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 274 മാറി. കൂടുതൽ പേരിലേക്ക് രോഗം പടരുന്നതിന്റെ സാഹചര്യത്തിൽ കർശന നടപടികളിലേക്കാണ് രാജ്യം കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ പൊതുഗതാഗതം നിർത്തിവെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സൗദി. കോവിഡ് വ്യാപനത്തെ ചെറുക്കാനായി കൂടുതൽ കടുത്ത ജാഗ്രതാ നടപടികളാണ് രാജ്യം കൈക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 6 മണി മുതൽ 14 ദിവസത്തേക്ക് രാജ്യത്തെ ആഭ്യന്തര വിമാന സർവീസ്, ട്രെയിൻ സർവീസ്, ബസ്, ടാക്സി സർവീസ് എന്നിവ താൽക്കാലികമായി നിർത്തിവെക്കുവാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി കഴിഞ്ഞു. അടിയന്തര വിമാന സർവീസുകൾ അനുവദിക്കുമെന്നും അറിയാൻ കഴിയുന്നു. എന്നാൽ കോവിഡ് പ്രതിരോധ മുൻകരുതൽ നടപടികൾ പാലിച്ചായിരിക്കണമെന്ന വ്യവസ്ഥയുമുണ്ട്. സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെയും പൊതു സ്വകാര്യ ആരോഗ്യ മേഖലയുടെയും വാഹനങ്ങൾക്ക് വിലക്ക് ബാധകമല്ല. ഒപ്പം വ്യാവസായിക സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ബസ്സുകൾക്കും വിലക്ക് ബാധകമല്ല. ഹറമീൻ ട്രെയിൻ ഉൾപ്പെടെയുള്ള ട്രെയിൻ ഗതാഗതത്തിന് വിലക്ക് ബാധകമാണ് താനും. എന്നാൽ ചരക്ക് നീക്കത്തിനായുള്ള ട്രെയിൻ ഗതാഗതത്തിന് വിലക്കില്ല എന്നും അറിയാൻ കഴിയുന്നു. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മരുഭൂമികളിൽ ടെന്റ് കെട്ടി താമസിക്കുന്നത് ഒഴിവാക്കുവാനും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഉല്ലാസത്തിനായി അവധി ദിവസങ്ങളിൽ നിരവധി ആളുകൾ കുടുംബത്തോടൊപ്പം മരുഭൂമികളിൽ ടെന്റ് കെട്ടി താമസിക്കുന്ന പതിവ് നിലവിലുണ്ട്. അതാണ് ഇപ്പോൾ ഒഴിവാക്കാനായി മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. സൗദിയിലെ ജയിലുകളിലും മുൻകരുതൽ നടപടികൾ ശക്തമാക്കി കഴിഞ്ഞു. ബന്ധുക്കൾ തടവുകാരെ സന്ദർശിക്കുന്നതും കർശനമായി വിലക്കി കഴിഞ്ഞു. മരുന്നുകളും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്നത് നിർത്തിവെച്ചു കഴിഞ്ഞു. അതേസമയം മാസ്കുകളുടെയും അണുനശീകരണ ലായനികളുടെയും വില വർദ്ധിപ്പിച്ച 400 സ്ഥാപനങ്ങൾക്കെതിരെ വാണിജ്യ മന്ത്രാലയം നടപടിയെടുത്തു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അന്യായമായ വിലക്കയറ്റവും പൂഴ്ത്തിവെപ്പും കണ്ടെത്തുന്നതിന് കൂടുതൽ ശക്തമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അന്യായമായി വില വർദ്ധിപ്പിക്കുന്നവർക്കും വാണിജ്യ വഞ്ചന നടത്തുന്നവർക്കും 10 ലക്ഷം റിയാൽ വരെ പിഴ ലഭിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. രാജ്യത്തേക്ക് പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വൈറസ് വ്യാപനം തടയുവാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ആഭ്യന്തര വിമാന സർവീസുകൾ, പൊതുഗതാഗതത്തിനുള്ള ബസ്സുകൾ, ട്രെയിൻ സർവീസുകൾ, ടാക്സികൾ എന്നിവ റദ്ദാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൊണ്ടുപോകുന്ന ബസ്സുകൾക്ക് മുൻകരുതൽ സ്വീകരിച്ച് സർവീസ് നടത്താം. കാർഗോ വിമാനങ്ങൾക്ക് ചരക്ക് കൊണ്ടുപോകുന്ന ട്രെയിനുകൾക്കും വിലക്ക് ബാധകമല്ലതാനും. അതേസമയം ഹംറം പള്ളികളിൽ തീർത്ഥാടകരെ കയറ്റുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഹറമിന്റെ പ്രവേശന കവാടത്തിൽ തെർമൽ ക്യാമറ പരിശോധന ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. മദീന പള്ളിയിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായാണ് വിലക്കിയിരിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അവശ്യ സാധനങ്ങൾക്ക് കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുകയും വില വർദ്ധിപ്പിക്കുകയും ചെയ്താൽ 1 കോടി റിയാൽ വരെ പിഴ ശിക്ഷയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ജയിലുകളിൽ പ്രത്യേക ഐസൊലേഷൻ മുറികൾ ഒരുക്കുകയും അണുവിമുക്തമാക്കുവാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.